الحمد لله رب العالمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله وما توفيقي إلا بالله العلي العظيم. بسم الله العظيم القدرة والشان شديد البطش والبرهان. بسم الله ما شاء الله كان وما لم نشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ ബഹുമാനവും അതിലേറെ ആദരവുമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള സാദാത്യങ്ങൾ, അതുപോലെ തന്നെ മഹത്വക്കളായ പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആലിമീങ്ങൾ, സദസ്സിലുള്ള സാദാത്യങ്ങൾ, യുവാക്കൾ, രക്ഷിതാക്കൾ, കുഞ്ഞനുജന്മാർ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ പ്രകാശപൂരിതരായ മുത്തഅല്ലിമീങ്ങൾ, ഏറെ പ്രിയപ്പെട്ട ഉമ്മബന്ധമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് പൂർണ്ണ ഈമാനോടെ മരണപ്പെടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ അടങ്ങിയിട്ടുള്ള മഹത്വക്കളായ സാദാത്യങ്ങളും വലിയതങ്ങളിപ്പം അടക്കമുള്ള സയ്യിദ് കുടുംബത്തെ മഹാന്മാരായ സാദാത്യങ്ങളുണ്ട്, മഹദിമാരായ ബീവിമാരുണ്ട്. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ വലിയുള്ളാഹി വാപ്പുജി, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനൊരു ആമുഖം, ഞാൻ കുറേ സത്യത്തിൽ ആമുഖം നമ്മൾ ഹംദു സ്വലാത്തൊക്കെ ചൊല്ലി കുറേയൊക്കെ സാധാരണ ചൊല്ലാറുള്ളതൊക്കെ ചുരുക്കി
ശരിക്ക് 2-3 വാക്കുകൊണ്ട് ഒതുക്കിയത്. എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രഭാഷണത്തിന്റെ അവസരമില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കാണണം എന്ന് വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ടവരെ കണ്ട് ആ കൈപിടിച്ചൊന്ന് മുസാഫാത്ത് ചെയ്യണം. ഒരുപാട് സാദാത്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ബഹ്റൈനിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് സ്ഥിരമായി കേൾക്കും. വലിയ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളൊക്കെ അതിരുന്ന് കേൾക്കും. ഭയങ്കര ഇഷ്ടമാണ്. ആ ശൈലിയും അവതരണവും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് വന്നത്, ഞാൻ പ്രസംഗിക്കാൻ പോവല്ല, ഞാൻ എനിക്ക് തങ്ങളെടുത്തിരിക്കണമെന്ന് പറഞ്ഞു വന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ദുആയ്ക്ക് ഇജാബത്തുള്ള മഹാരഥനായ സയ്യിദിനെ ഇരുത്തിക്കൊണ്ട് മുഷിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. ഒരു വിഷയം എടുത്ത് സംസാരിക്കണമെങ്കിൽ എന്തായാലും 1 മണിക്കൂർ നന്നായി കുറഞ്ഞത് അത്രയെങ്കിലും വേണം. അപ്പോൾ ഇവിടെ നല്ല പ്രഭാഷണങ്ങൾ കടന്നുപോയി. ഉദ്ഘാടനവും അതുപോലെ സ്വാഗത പ്രസംഗവും ഉദ്ഘാടനവും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ശൈഖുന അമീൻ ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് നസീഹത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരു അല്പം നമുക്ക് കൈമാറുകയും ചെയ്തു. അല്ലാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, ഇത് പരിശുദ്ധമായ ശഅബാൻ മാസം. ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം, കുറഞ്ഞ ഒരു സമയം ഞാനൊന്ന് സംസാരിച്ചത്. കാരണം ആ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വിഷയം അവതരിപ്പിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പഠിക്കേണ്ട വിഷയം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം പത്രമാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കള് മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന, കയ്യിൽ കിട്ടുന്ന പാര കൊണ്ട് നട്ടല് അടിച്ചു പൊട്ടിക്കുന്ന രംഗങ്ങളാണ് ഈ അടുത്ത സമയത്ത് വാർത്തകളിൽ കണ്ടുകൊണ്ടിരുന്നത്. സമൂഹത്തിന്, നമുക്ക് ആ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രക്ഷിത മാതാപിതാക്കളുടെ മഹത്വം എന്താണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്ന വിഷയത്തിനെ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ അത് കൈമാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ അങ്ങോട്ട് കിടക്കാതെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ തീരുമാനിച്ചതാണ്, നമുക്ക് ഷഅബാനെ കുറിച്ച് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഫോട്ടോ എടുത്തിട്ട് കൊല്ലുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത്, കുറച്ചേത് പുറത്ത് വിടാവും. പിന്നെ അപ്പോൾ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് സലാത്ത് ചൊല്ലി വരുള്ളൂ. സാദാത്യങ്ങളായിരിക്കുന്നു എല്ലാവരും വച്ചിട്ട് ചൊല്ലി മുഹമ്മദ് മുസ്തഫ. പോരാ, അത്രയൊന്നും പോരാ. ഇത്ര ഇരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ സർവസ്വവും സൃഷ്ടിക്കാൻ കാരണഭൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആളിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് ബഖീലൻ എന്നാ പറഞ്ഞത്, പിശുക്കൻ. അത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല, പരിശുദ്ധമായ പള്ളിയുടെ മിമ്പറിലേക്ക് കയറുമ്പോൾ ഒരു പടിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട മലക്കുൽ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞത്, എന്റെ പേര് കേട്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരമായി കൊള്ളട്ടെ, അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ആരാ ദുആ ചെയ്യുന്നത്? മലക്കുൽ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആരാ ആമീൻ പറയുന്നത്? ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എവിടെ വെച്ച ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ മസ്ജിദിന്റെ ഉള്ളിൽ മിമ്പറോട് ചേർന്നു, മിമ്പറിൽ നിന്നുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും ദുആയ്ക്ക് ഇജാബത്തുള്ള സ്ഥലവും ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനും എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ആരുടെ നാവിൽ നിന്ന് കേട്ടാലും നമ്മൾ സ്വലാത്ത് ചൊല്ലണം. എത്ര സ്വലാത്ത് ചൊല്ലിയാലും മതിവരാത്ത അത്രത്തോളം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനായ വലിയ തങ്ങളുടെ പാപ്പായെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ കുടുംബ പരമ്പരയിലെ സയ്യിദ് മാത്രമല്ല, അല്ലാഹുവിന്റെ വിലായത്ത് കൂടി കിട്ടിയ ഒരു മഹാ വ്യക്തിത്വമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും.
ഹളറമൗത്തിൽ നിന്ന് വരുമ്പോ, യമനിൽ നിന്ന് വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിലെ പേരക്കുട്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നത് ദീനി പ്രബോധനത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ നിന്ന് അവിടുത്തെ ചരിത്രം പറഞ്ഞാൽ നമ്മുടെ സമയം കടന്നു പോകുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ വളരെ വലുതി നീട്ടി പറയാതെ തന്നെ മഹാനവറുകളുടെ തബറുക്കിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാതെ ഞാൻ ഒരു പ്രഭാഷണം നടത്തിയാൽ അത് അപമര്യാദയായി പോകുമെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്വങ്ങളുടെ മുമ്പിൽ, മഹാനായ അള്ളാഹുവിന്റെ പൊന്നാര നബിയുടെ പേരക്കിടാവിന്റെ മുമ്പിൽ നൂറുകണക്കിന് ആളുകൾ വന്ന് ഷഹാദത്ത് ചൊല്ലി മടങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആഴമുള്ള അലയടിക്കുന്ന കടലിന്റെ അലമാലകളെ തരണം ചെയ്തുകൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി, കടലിന്റെ ഉള്ളിലേക്ക് പോയി മത്സ്യത്തിനെ പിടിച്ചുകൊണ്ടുവരുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടലിന്റെ ഉള്ളിലേക്ക് പോയി, കടലിൽ പോയി മീൻ പിടിക്കാൻ പോകുമ്പോ പലപ്പോഴും മീൻ കിട്ടാതെയും വല്ലാതെ വിഷമിച്ചും തളർന്നും മടങ്ങി വരുമ്പോ ആശ്രയത്തിന് വേണ്ടി ഇവിടെ അടങ്ങിയിരുന്ന അന്നത്തെ ജീവിച്ചിരുന്ന മഹാനവറുകളുടെ മുമ്പിൽ വന്നിട്ട് ആവലാതി പറയുമ്പോ, പ്രിയപ്പെട്ട സയ്യിദവറുകളെ, പ്രിയപ്പെട്ട തങ്ങളവറുകളെ, ഞങ്ങൾ മണിക്കൂറുകളോളം മെനക്കെട്ട് കടലിന്റെ തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് കടലിന്റെ ഉള്ളിലേക്ക് മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടാതെ വന്ന് കുടുംബം പോറ്റാൻ കഴിയാതെ സങ്കടത്തിലും പ്രയാസത്തിലുമാണെന്ന് പറഞ്ഞപ്പോ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധൈര്യമായി സന്തോഷത്തോടെ പോയിക്കൊള്ളുക, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് നിങ്ങൾക്ക് പ്രത്യേകമായി തയ്യാറാക്കി തരും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയില്ല. നിങ്ങൾ വന്നിരിക്കുന്നതോ ഒരു ആദരവോടുകൂടിയാണ്, ആ ആദരവിന്റെ ഫലം റബ്ബ് തരട്ടെ എന്ന് ദുആ ചെയ്തപ്പോ പിന്നെ അവര് കടലിൽ പോയിട്ട് മടങ്ങി വരുന്നത് കിട്ടിയതിൽ നിന്ന് ഏറ്റവും മുന്തിയത് മഹാനവറുകൾക്ക് കൊടുക്കാനുള്ള ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് മടങ്ങി വന്നിട്ടുള്ളത്. ജോനകപ്പുറത്ത് നിന്ന് കടലിന്റെ ഓരത്തിലൂടെ ഓരോ ചുവട്ടടി വെച്ചതും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പരവൂരിന്റെ കടൽ തീരത്തേക്ക് ഇവിടുന്ന് നടന്നു പോകുമ്പോ ആ നടത്തത്തിന്റെ ഓരോ ചുവട്ടടിയും അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കലായിരുന്നു. അവിടെ ചെന്നിട്ട് വെറുതെ ഇരുന്നില്ല, അവിടെയുള്ള ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ദീനി പ്രബോധനം നടത്തി, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ അവർക്ക് പാടിക്കൊടുത്തു, പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത ചരിത്രങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു, ജീവിച്ച് കാണിച്ചു കൊടുത്തു. അത് കണ്ടുകൊണ്ട് എത്രയോ നൂറുകണക്കിന് ആളുകൾ ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊല്ലം ജില്ലയിലെ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് ഇത്രത്തോളം വളർന്നു വലുതായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ കാരണക്കാര് അന്ത്യവിശ്രമം കൊള്ളുന്ന അനുഗ്രഹീതരായ സയ്യിദ് അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മണ്ണിൽ ഈ ഇരിക്കുന്ന ഇരുത്തം പോലും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കുന്നത് ഒരു സാധാരണ മജ്ലിസിലല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, ഒന്നച്ചത്തി ചൊല്ലിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ മസ്ജിദാകുന്ന മദീനയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബാക്കളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം ജന്നത്താണ്, ഒരു സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാണ്, റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്, മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്തവിടെ സംഭവിക്കും? ആ കേൾക്കേണ്ട താമസം നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബാക്കൾ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം വരികയാണ്. കാരണം എന്താ? എന്റെ വീടിന്റെയും പൊന്നാര നബിയുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാണല്ലോ. അപ്പോൾ എപ്പം വേണമെങ്കിലും നമുക്ക് അവിടെ വന്നിരിക്കാം, അവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലാം, അവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലാം, അവിടെ ഇരുന്ന് നിസ്കരിക്കാം, അവിടെ ഇഅ്തികാഫിരിക്കാം. അങ്ങനെ ദുനിയാവിന്റെ സ്വർഗ്ഗത്തിൽ ഇരുന്ന് സന്തോഷിക്കാമെന്നുള്ള ആഹ്ലാദത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ സന്തോഷിക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. മദീന പള്ളിയുടെ ഈന്തപ്പഴ മരത്തിന്റെ ഓലകൾ കൊണ്ട് മറയ്ക്കപ്പെട്ട മദീന പള്ളിയുടെ ഏതോ ഒരു മൂലയിൽ നിന്ന് ഏങ്ങിക്കരയുന്ന ശബ്ദം കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് കാതോർക്കുകയാണ്. ഇന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോൾ, എല്ലാവരും ആനന്ദിക്കുമ്പോൾ
ആഹ്ലാദിക്കുമ്പോൾ, എല്ലാവരും ആഹ്ലാദിക്കുമ്പോൾ ആരാണ് ഇവിടെ നിന്ന് കരയുന്നത്? മഹാനായ ഉമർ തങ്ങൾ ഓരോരുത്തരുടെ മുഖത്തേക്കും നോക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. ഓരോരുത്തരും കാതോർത്തുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുന്ന ആരാണ് ഇവിടെ കരയുന്നത്? അതാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കണ്ടു ആ പള്ളിയുടെ ഒരരികിൽ ഇരുന്നു കൊണ്ട് ഏങ്ങി കരയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയങ്കരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് കരയുന്നത്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ചോദിക്കുന്നു, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ തങ്ങളെ, ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഇന്ന് നമ്മൾ ആനന്ദിക്കേണ്ട ദിവസമല്ലേ? കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെയും ഈ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് പറയുമ്പോ ഇവിടെ നമുക്ക് എപ്പോഴും വന്ന് ഇബാദത്ത് ചെയ്യാമല്ലോ അബൂബക്കറെ. എപ്പോഴും നമുക്ക് ഇവിടെ വന്നിരുന്ന് ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, അമലുകൾ ചെയ്യാം, സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ ഇരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയവരാണല്ലോ. അതുകൊണ്ട് സന്തോഷിക്കണ്ടേ അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിറക്കുന്ന ചുണ്ടുകളോടെ, നിറയുന്ന കണ്ണുകളോടെ, തേങ്ങുന്ന ഹൃദയത്തോടെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൈക്ക് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, യാ ഉമർ, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയുമോ? നമുക്ക് വലിയ ഭാഗ്യം കിട്ടിയവരാണ്, നമുക്ക് വലിയ അനുഗ്രഹം കിട്ടിയവരാണ്. ഒരു നിമിഷം ഞാൻ ഈ ഈന്തപ്പഴമരത്തിന്റെ ഓലയിൽ ചാരിയിരുന്നു കൊണ്ട് ഓർത്തു പോയത്, നാടിന്റെ നാനാഭാഗത്തും അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്നവർ വരുമല്ലോ. അവർക്ക് ഈ റൗളയിൽ വന്നിട്ട്, ഈ മദീനയിൽ വന്നിട്ട്, ഈ ജന്നത്തിൽ വന്നിരിക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ അവർക്ക് കിടക്കണമല്ലോ. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു പോകുന്നു. നമുക്ക് കിട്ടിയ ഭാഗ്യം എല്ലാവർക്കും കിട്ടുമോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് ഉമറേ. മൃതങ്ങള് ഇത് കേട്ടുകൊണ്ട് നേരെ പോയത് മുഹമ്മദ് മുസ്തഫ. എന്തേ ഉറങ്ങി പോകുന്ന ചൊല്ലിയാലേ ദുആക്ക് ഇജാബത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നത്. ഞാൻ വേറെ വിഷയം പറയാൻ വന്ന ആളാണ്, പക്ഷെ ഒന്ന് ചൊല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വളരെ വിനയത്തോടുകൂടി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട നബിയേ, എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ മാത്രം കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ ഉമറേ? അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. എന്തിനാ കരയുന്നത്? അത് മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് ഹബീബായ നബിയെ തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തും അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് ഈ റൗളത്തുൽ റിയാദിൽ ജന്നയിൽ വന്നിരിക്കാൻ ഭാഗ്യം കിട്ടുമോ എന്നോർത്തുകൊണ്ട് കരയുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമറൂ, മജ്ലിസുൽ ഇൽമി റൗളത്തുൽ റിയാദിൽ ജന്ന. അബൂബക്കറിനോട് പറയൂ ഉമറേ, ലോകത്തോട് പറയൂ ഉമറേ, മജ്ലിസുൽ ഇൽമി റൗളത്തുൽ റിയാദിൽ ജന്ന. ഈ മദീനയിൽ വന്നിട്ട് എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലിരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊരു മുസ്ലിം സങ്കടപ്പെടണ്ട, അവര് വിഷമിക്കണ്ട. അവർക്ക് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വരും ഇവിടെ വരണമെങ്കിൽ. അതിന് കഴിയാത്തവർക്ക് ഞാനൊരു സ്വർഗം പറഞ്ഞു കൊടുക്കാം. ആ സ്വർഗം അവര് പാഴാക്കല്ലേ, ആ സ്വർഗം അവർ ഉപയോഗപ്പെടുത്തണം. അതേതാ സ്വർഗം എന്നറിയുമോ? മജ്ലിസുൽ ഇൽമി. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന മജ്ലിസ് എവിടെയുണ്ടോ, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥലം എവിടെയുണ്ടോ, അവിടെ പോയി അതോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ, ആഗ്രഹത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ റൗളത്തുൽ റിയാദിൽ ജന്നയിൽ ഇരുന്നതിന്റെ പുണ്യം കിട്ടുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ മജ്ലിസ് സാധാരണ ഒരു മജ്ലിസ് അല്ല. ഇവിടെ എത്ര ഇൽമുകളാ പറഞ്ഞത്. മഹാന്മാരായ പണ്ഡിതന്മാര് എത്ര അറിവ് നമുക്ക് പകർന്നു തന്നു, തീരുന്നില്ല. ഇനി ഇരിക്കുന്നതോ മഹാന്മാരായ സാദാത്യങ്ങളാണ്. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് പൊന്നാര നബിയുടെ പേരക്കിടാങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ചൊല്ലാം, ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ.
ഏത് പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. രോഗം മാറണോ സ്വലാത്ത് ചൊല്ലിക്കോ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ സ്വലാത്ത് ചൊല്ലിക്കോ. നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ സ്വലാത്ത് ചൊല്ലിക്കോ. നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് വേണോ നമ്മുടെ ഹംദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങിക്കോ. എന്നിട്ട് അവസാനിക്കുമ്പോഴും ഹംദ് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ചോ. എന്നാ നിങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ സ്വലാത്ത് ചൊല്ലണമെന്ന് ആയത്തിറങ്ങിയത് ശഅബാൻ മാസത്തിലാ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വിഷയം പറയാമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് പരിശുദ്ധമായ ശഅബാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതരായ മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ അല്ലാഹു കൽപ്പിക്കപ്പെട്ട മാസമാ ശഅബാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല വ മലായികതുഹു അവന്റെ മലക്കുകൾ യുസല്ലൂന അലൻ നബി. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മേൽ അവര് സ്വലാത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. അല്ലാഹുവിന്റെ ഖുർആനിലെ വിളി നോക്കൂ. നമ്മൾ ആരോടായി പറയുന്നത്? പൊന്നാര നബിയോട് സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്. ഏ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നവരെ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ, ഹബീബായ നബിയുടെ മേൽ സലാം പറഞ്ഞോ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് ഒരു ശഅബാൻ മാസത്തിലാ. ആ ശഅബാൻ മാസത്തിലാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര ചൊല്ലിയാലും മതി വരാതെ നമ്മുടെ ഹൃദയാന്തരത്തിൽ നമ്മുടെ പ്രവാചകനെ ഒന്ന് കുടിയിരുത്തിക്കൊണ്ട് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങോട്ട് ദുആ എന്നാൽ ദുആയ്ക്ക് ഇജാബത്ത് ഉറപ്പ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് പ്രശ്നങ്ങൾക്ക് സ്വലാത്ത് പരിഹാരമാണ്. ഏത് പ്രശ്നമുണ്ടോ അത് സ്വലാത്ത് പരിഹാരമാണ് എന്ന് വിചാരിച്ച് നിസ്കരിക്കണ്ട എന്ന് അതിനർത്ഥമില്ല. നിസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്കും സ്വലാത്ത് നിർബന്ധമാണ്. മുഹമ്മദ് മുസ്തഫ. സുജൂദില്ലാത്ത നിസ്കാരമുണ്ട്, റുക്കൂ ഇല്ലാത്ത നിസ്കാരമുണ്ട്, അതുപോലെ അത്തഹിയ്യാത്തില്ലാത്ത നിസ്കാരമുണ്ട്, സ്വലാത്തില്ലാത്ത നിസ്കാരമില്ല. അതാണ് നമ്മൾ നിസ്കരിക്കുന്ന. സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാൾ മരിക്കുമ്പോ ജനാസ കൊണ്ടുവച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ റുകൂഇല്ല, സുജൂദില്ല. ഏറ്റവും വലിയ ഇബാദത്തിന്റെ അല്ലാഹുമായി എടുക്കുന്ന ഏറ്റവും വലിയ കർമ്മമാണല്ലോ സുജൂദ്. അതില്ലാത്ത നിസ്കാരമുണ്ട്, അത്തഹിയ്യാത്തില്ലാത്ത നിസ്കാരമുണ്ട്, പക്ഷേ സ്വലാത്തില്ലാത്ത നിസ്കാരമില്ല. സ്വലാത്ത് ഉണ്ടെങ്കിലേ എന്തും പൂർണ്ണമാവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഒരു തക്ബീർ തന്നെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഒരു മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് കൈകെട്ടിയാൽ വജ്ഹത്ത് ഓതണ്ട, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. രണ്ടാമത് വീണ്ടും അല്ലാഹു അക്ബർ എന്ന് കൈയടിച്ച് കെട്ടിയാൽ ആ തക്ബീർ മാറ്റി വെച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ്. ആ സ്വലാത്ത് ചൊല്ലിയെങ്കിലേ ജനാസ നിസ്കാരം സ്വഹിയാവുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വലാത്തില്ലാത്ത നിസ്കാരമില്ല, സ്വലാത്തില്ലാത്ത ദുആ ഇല്ല, സ്വലാത്തില്ലാത്ത ഒരു അമലുമില്ല. ഏത് അമലുകൾ സ്വീകരിക്കണമെങ്കിലും സ്വലാത്ത് ആവശ്യമാണ്. അല്ലാഹുവിന്റെ റസൂലില്ലാതെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല എന്ന് കൂടി നമ്മൾ അത് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇനി തൗഹീദ്, നേരത്തെ ഇവിടെ ഒരുപാട് ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും സ്വാഗത പ്രഭാഷകനും അതുപോലെ എല്ലാവരും പറഞ്ഞിരുന്നല്ലോ. സ്വലാത്തില്ലാത്ത നിസ്കാരമില്ല എന്ന് ഞാൻ പറയുമ്പോ ഹബീബായ പ്രവാചകനില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് റബ്ബിന്റെ മുമ്പിൽ എത്തപ്പെടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും നിങ്ങളാണോ തുഹിബ്ബൂനല്ലാഹ്, ഈ അന്നകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംഹാരിക്കപ്പെടുന്ന ജഗന്നേന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യൻ പറയാണ് എനിക്ക് അല്ല മതി, എനിക്ക് അല്ല മതി എന്ന് 1000 വട്ടം പറഞ്ഞാലും അല്ല പറയും നിന്നെ എനിക്ക് വേണ്ടടാ എന്ന് അല്ലാഹു പറയും. എന്റെ അല്ലാഹു പറയുന്നത്, എന്റെ നബിയിലൂടെ മാത്രം നീ
എന്നിലേക്ക് വന്നാൽ മതി. എന്നെ പരിചയപ്പെടുത്തി തന്ന എന്റെ നബി ഉണ്ടല്ലോ, എന്നെ ഓർമ്മപ്പെടുത്തി തന്ന എന്റെ നബി ഉണ്ടല്ലോ, ഈ ലോകത്തിന് മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായി ഞാൻ കൊണ്ടുവന്ന പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകന്റെ പിന്നിൽ നിന്നെങ്കിൽ മാത്രമേ നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. നബിയെ തങ്ങൾ പറയുക, ഇത് വാർവല വായിക്കുന്നതല്ല, ഇത് ഏതെങ്കിലും ചരിത്രം പറയുന്നതല്ല, ഇത് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞതായിട്ട് പറയുന്നതല്ല. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ നേർക്കനരെയുള്ള കൗലാണിത്. നബിയെ തങ്ങൾ പറയുക, ഇൻകുന്തും നിങ്ങളാണോ തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നവരാണോ എങ്കിൽ എന്തു വേണം? ഫത്തബിഊനി, അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്റെ ഹബീബിനെ നിങ്ങൾ പിൻപറ്റണം. ഹബീബായ നബിയെ പിൻപറ്റാതെ ലോകത്തൊരാൾക്കും അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കുമ്പോൾ ആണ്ട് നേർച്ചയെ കുറിച്ച് പറയേണ്ടി വരും, നേർച്ചകളെ കുറിച്ച് പറയേണ്ടി വരും, മൂന്നിന് മൂന്ന് നടത്തതിനെ കുറിച്ച് പറയേണ്ടി വരും, അതുപോലെ ജുമാ ജമാഅത്തിനെ കുറിച്ച് പറയേണ്ടി വരും. എന്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഉ സുന്നത്തിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, ആർക്കെങ്കിലും അല്ലാഹുവിനോട് പ്രേമമുണ്ടെങ്കിൽ ഫത്തബിഊനി, നീ ചെരുപ്പ് ധരിക്കുമ്പോൾ റസൂലിനെ പിൻപറ്റണം, നീ തലമറക്കുമ്പോൾ റസൂലിനെ പിൻപറ്റണം, നീ ഷർട്ട് ധരിക്കുമ്പോൾ റസൂലിനെ പിൻപറ്റണം, നിന്റെ നടത്തം റസൂലിനെ പിൻപറ്റണം, നിന്റെ ഇരുത്തം റസൂലിനെ പിൻപറ്റണം, നിന്റെ സംസാരം റസൂലിനെ പിൻപറ്റണം, നിന്റെ സർവ്വ ചലനങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ അല്ലാഹു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ തിരിച്ച് എന്റെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ടാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ റസൂലിന്റെ പാത പിൻപറ്റണം, എന്റെ നബിയുടെ പിന്നിലാവണം നിങ്ങൾ. എന്റെ നബി നടന്നതുപോലെ നടക്കാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നമ്മളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് തീരുന്നില്ല സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പാത പിൻപറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, എന്റെ നബിയെ നിങ്ങൾ പിൻപറ്റിയാൽ, എന്റെ റസൂലിനെ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് ഖുർആൻ പറയുകയാണ്. അതല്ലേ നമ്മൾ ആലോചിച്ച് നോക്ക്, അതിനേക്കാളും വലിയൊരു മഹത്വം വേറെ ഉണ്ടോ? നബിയെ പിൻപറ്റിയാൽ നമുക്ക് അല്ലാഹു നമ്മൾ ചെയ്തു പോയ, നമ്മൾ കണ്ടുപോയ, നമ്മൾ കേട്ടുപോയ, നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. എന്റെ ഹബീബിനെ നിങ്ങൾ പിൻപറ്റിയാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്രത്തോളം മഹത്വം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്നുള്ള കൽപ്പന വന്നത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ എന്റെ ഉമ്മമാരോട്, നൂറുകണക്കിന് ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്, സഹോദരിമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ എന്റെ പൊന്നാര പെങ്ങന്മാരോട്, എന്റെ ബീവിമാരോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിലെ ബീവിമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്റെ ബീവിമാരോടും ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും സ്വലാത്ത് ചൊല്ലി ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിനോട് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ അല്ലാഹു നമ്മളോട് അടുക്കും. നിങ്ങൾക്കറിയുമോ, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്ര സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു ചരിത്ര സംഭവം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചരിത്ര സംഭവം പറയുന്നത്, പരിശുദ്ധമായ കഅബാലയത്തിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത എന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങൾ ഇങ്ങനെ കഅബാലയത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്റെ മുന്നിൽ ഒരു നല്ല ചെറുപ്പക്കാരനായ ഒരാൾ നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ സ്വലാത്ത് മാത്രം ചൊല്ലുകയാ. ആ മനുഷ്യന്റെ ഓരോ ചുവട്ടടി വെക്കുമ്പോഴും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് മാത്രം ആ നാവിൽ നിന്ന് പുറത്തു വരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ഓരോരുത്തരും ചൊല്ലുമ്പോ ഓരോരുത്തരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധമായ കഅബാലയത്തിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഓരോരുത്തരും വന്നിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാത്രം സ്വലാത്ത് മാത്രം ചൊല്ലുന്നു. ഒരു വിക്റുകളും ചൊല്ലുന്നില്ല, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ നടക്കുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന്റെ മുജദ്ദിദായ ഒരു മഹാപണ്ഡിതനാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ഈ തവാഫെല്ലാം കഴിഞ്ഞു അല്ലാഹുവിന്റെ വിശുദ്ധിയുടെ ഗേഹമാകുന്ന കഅബാലയം തവാഫ് ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു, സംസം വെള്ളം മതി വരുവോളം കുടിച്ചു. എന്നിട്ടിരിക്കുമ്പോൾ
നേരെ ഈ ചെറുപ്പക്കാരന്റെ അടുത്ത് പോയി. എന്നിട്ട് തലോടിക്കൊണ്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ ഇവിടെ നിന്ന് വന്ന ആളാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ മാത്രമല്ല വന്നത്, ഒരു സംഘം ആളുകളുടെ അമീറായിട്ട് വന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ വന്ന ആള് സാധാരണക്കാരനല്ല, നല്ല യുവ പണ്ഡിതനാണ്, ആലിമാണ്. ഒരു നാട്ടിലെ ജനങ്ങളെയും കൊണ്ട് ഹജ്ജിന് അമീറായി വന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല നിങ്ങളാരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ സുഫിയാൻ സൗരി എന്ന് പറയുന്ന ആള് ഞാനാണ്. ഇത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ എന്റെ അനുഭവം ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, പൊന്നുമോനെ, എന്താ സംഭവിച്ചത്? നീ സ്വലാത്ത് മാത്രം ചൊല്ലുന്നതിന്റെ കാരണം എന്താ? നിന്റെ നടത്തം ഞാൻ ശ്രദ്ധിച്ചു, നിന്റെ ഇരുത്തം ഞാൻ ശ്രദ്ധിച്ചു, നിന്റെ ചലനം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴെല്ലാം നിന്റെ ചുണ്ടുകൊണ്ട് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ്. ആ സ്വലാത്ത് കേട്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ അനുഭവം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ കൂഫയിൽ നിന്ന് ഒരു സംഘമാളുമായിട്ട് ഹജ്ജിന് വരുമ്പോൾ അതിന്റെ കൂടെ എന്റെ ഉപ്പയുണ്ടായിരുന്നു, എന്റെ വാപ്പയും ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. വരുന്ന വഴിയിൽ എന്റെ വാപ്പാക്ക് പനി പിടിച്ചു, ശരീരം തളർന്നു, നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ശരീരം തിളക്കുന്ന ചൂട് വന്നു. അങ്ങനെ ഞങ്ങൾ കൈമ കെട്ടി ഒരു ക്യാമ്പ് പിടിച്ചു. എന്നിട്ട് തമ്പ് അടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വരാമെന്ന് ആഗ്രഹിച്ചു. മക്കയിലെത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഇടവേളയിൽ താമസിച്ചു. ആ താമസത്തിന്റെ ഇടയില് എന്റെ പിതാവിന്റെ ശരീരം ഞാൻ തണുത്ത വെള്ളം കൊണ്ട് തുടച്ചു കൊടുത്തു. ചൂട് കുറയുന്നില്ല, ശരീരം തടകി കൊടുത്തു, വേദന സഹിക്കാൻ കഴിയുന്നില്ല. മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്റെ പിതാവ് ലോകത്തോടങ്ങ് വിട പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറഞ്ഞു. എന്റെ പിതാവ് വിട പറയുമ്പോൾ വാപ്പയും മകനുമാകുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരു ടെന്റിൽ താമസിക്കുകയാണ്. കൂടെ വന്നവർ അടുത്തടുത്ത് ഓരോ ടെന്റ് കെട്ടിയിട്ട് അതിൽ താമസിക്കുകയാണ്. അങ്ങനെ എന്റെ പിതാവിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ പിതാവിന് 1000 ചുടുചുംബനം ഞാൻ കൊടുത്തു. ഹജ്ജിന് വന്ന ആളല്ലേ, ഹാജിയായിട്ട് അള്ളാഹ് സ്വീകരിച്ച ആളല്ലേ, അതുകൊണ്ട് ഞാൻ ചുംബിച്ചു എന്റെ പിതാവിനെ. അത് കഴിഞ്ഞിട്ടൊരു വെള്ള തുണിയിട്ട് കൊണ്ടുവന്ന് തുണിയിട്ട് മൂടി സ്വന്തമായി ഒന്ന് കടത്തി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുകയാണ്, അടുത്ത ടെന്റിലുള്ള എന്റെ സഹോദരങ്ങളോട് പോയി പറയണമല്ലോ എന്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു എന്ന്. അത് പറയാൻ വേണ്ടി ടെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ വരുന്ന ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വരുമ്പോ എന്റെ മനസ്സിൽ ഒന്നുകൂടി ഓർക്കുന്നു, എന്റെ പിതാവിന് ഒരു ഉമ്മ കൂടി മകൻ കൊടുക്കണമല്ലോ. എന്റെ പിതാവിന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പോകാമെന്ന് കരുതി തിരിച്ചു വന്നിട്ട് ഈ മൂടിയിട്ടിരിക്കുന്ന തുണി ആ മുഖത്ത് നിന്നൊന്ന് ഉയർത്തി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട പിതാവ് കറുത്ത് കരിമാടിച്ചൊരു പന്നിയുടെ കോലത്തിലായിരിക്കുകയാണ്. 2 കണ്ണുകളും പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, വയറ് വീർത്ത് വരുന്നുണ്ട്, ശരീരം വിയർക്കുന്നുണ്ട്. ആര് കണ്ടാലും ദുർഗന്ധം ലഭിക്കുന്ന വാസന വരുന്ന, ആര് കണ്ടാലും വെറുത്തു പോകുന്ന, ആർക്കും അറപ്പുണ്ടാകുന്ന ഒരു കോലമായി മാറിയിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഞാൻ പേടിച്ചു പോയി. സുഫിയാൻ സൗരി തങ്ങളോട് പറയാ, ഞാൻ പേടിച്ച് വിറച്ചു പോയി. ഒരു സെക്കൻഡ് എന്റെ പിതാവിന്റെ മുഖം കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി, എന്റെ കൽബ് പൊടിഞ്ഞു പോയി. എന്റെ വാപ്പയുടെ ശരീരം, ഹജ്ജിന് വേണ്ടി വന്ന എന്റെ പിതാവിന്റെ ശരീരം ഇത്രത്തോളം ആരും കണ്ടാൽ അറപ്പ് വരുന്ന, ആരും വെറുക്കുന്ന, ആരും കാണാൻ ആഗ്രഹിക്കാത്ത കോലത്തിൽ എന്റെ വാപ്പയായല്ല റബ്ബേ, എന്റെ പിതാവ് അങ്ങനെ ആയിപ്പോയല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് എന്റെ ടെന്റിന്റെ ഒരു മൂലയിൽ തളർന്നിരുന്നു പോയി. ഞാൻ എങ്ങനെയാണ് എന്റെ കൂടെ വന്നവരോട് ഈ രംഗം പറയുന്നത്? ഹജ്ജിന് വന്ന എന്റെ പിതാവിന്റെ അവസ്ഥ ഞാൻ എങ്ങനെ പറയും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അല്പനേരം ഒന്ന് തളർന്നിരിക്കുമ്പോൾ നിങ്ങൾക്കറിയുമോ, എന്റെ ടെന്റിന്റെ ഉള്ളിൽ ഇന്ന് വരെ ഞാൻ ശ്വസിച്ചിട്ടില്ലാത്ത സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്, എന്തെന്നില്ലാത്ത മണമടിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ കണ്ണൊന്ന് തുറക്കുന്നു. അപ്പോൾ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു.
എന്നിട്ട് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് അടുത്തു പോകുന്നു. അടുത്തു പോയിട്ട് ആ മൂടിയിട്ടിരിക്കുന്ന തുണി പതുക്കെ ഒന്ന് ഉയർത്തുന്നു. എന്നിട്ട് ആ കൈ കൊണ്ട് ആ മുഖമൊന്ന് തടകുന്നു. ആ പള്ളയിലെ കൈ കൊണ്ടൊന്ന് തടകുന്നു. എന്നിട്ട് തിരിച്ചിറങ്ങി വരുന്നു. ഉടനെ തന്നെ ഞാൻ അന്തം വിട്ട് അന്താളിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റിട്ട് ആ ചെറുപ്പക്കാരനോട്, അന്ത നിങ്ങളാരാ? അപ്പ ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അപ്പ പറഞ്ഞു, എന്നാ ഒന്നും കൂടെ എന്നെ നോക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, നിങ്ങളാരാ? മൂന്നാമതും ചോദിച്ചു, നിങ്ങളാരാ? അപ്പ പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാനാണ് പൊന്നുമോനെ അല്ലാഹുവിന്റെ റസൂല്. ഉടനെ ഞാൻ ചോദിച്ചു, നബിയേ, എന്റെ പിതാവ് ഈ കോലത്തിൽ കിടക്കുമ്പോൾ അങ്ങെങ്ങനെയാണ് ഇവിടെ വരാനുള്ള കാരണം എന്താ നബിയേ? എന്റെ റസൂൽ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ പിതാവ് പൈസ കടം കൊടുത്തിട്ട് അതിന്റെ ഇരട്ടി വാങ്ങുന്ന ആളായിരുന്നു. അത് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഇൽമ് നമ്മൾ ഉൾക്കൊള്ളണം. ഒരാൾക്കൊരു 100 രൂപ കൊടുത്തിട്ട് ചെറുത്തു വെക്കുകയാണ്, 110 എനിക്ക് തിരിച്ചു തരണമെന്ന്. അങ്ങനെയുള്ളവന്റെ അന്ത്യം ഭയാനകമാ. അതാ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പക്കാരനോട് പറയുന്ന, പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ പിതാവ് ഒരുപാട് പണമുള്ള ആളായിരുന്നല്ലോ. അതേ യാ റസൂലല്ലാഹ്. അപ്പോ പറഞ്ഞു, ആ പണം പാവങ്ങൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നല്ലോ. അതേ യാ റസൂലല്ലാഹ്. അപ്പൊ പറഞ്ഞു, ആ പൈസ തിരിച്ചു വാങ്ങുമ്പോൾ അതിന്റെ ഇരട്ടി വാങ്ങുന്ന ഒരാളായിരുന്നു. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പലിശ വാങ്ങുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഈ പന്നിയുടെ കോലത്തിൽ അല്ലാഹു കോലം മറിച്ചത് എന്ന് റസൂലുള്ള പറയുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നബിയേ, അങ്ങനത്തെ ഒരാളിന്റെ മുമ്പിൽ എന്താ റസൂലേ അങ്ങ് വന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ പിതാവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ശഅബാൻ മാസത്തിൽ ഈ ചരിത്രം പറയാതെ നമുക്ക് മടങ്ങാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കടലിന്റെ അകത്തട്ടിലേക്ക് മീൻ തേടി പോകുന്ന പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലില് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ പിതാവ് പലിശ വാങ്ങുമായിരുന്നു, ശരിയാണ്. എങ്കിലും നിന്റെ പിതാവ് ഒരൊറ്റ രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലാതെ നിന്റെ പിതാവ് ഉറങ്ങിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ, ഈ മരിക്കുന്ന ദിവസം വരെയോ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന പതിവാക്കിയ ആളാണ്. അങ്ങനത്തെ ഒരാള് മരിക്കുമ്പം കോലം മാറിയാല് ഈ മുഹമ്മദിന് താങ്ങുമോ പൊന്നുമോനെ? എന്നെ എന്റെ റബ്ബ് പടച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഈ അന്നകടാഹങ്ങൾക്ക് മുഴുവനും റഹ്മത്തായിട്ടല്ലേ പൊന്നുമോനെ? അങ്ങനെ അല്ലാഹു കാരുണ്യമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ലേ ഞാന്? അങ്ങനത്തെ ഞാന് സമാധാനത്തിലിരിക്കുമോ പൊന്നുമോനെ? അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹ്, എന്റെ മേല് സ്വലാത്ത് ചൊല്ലുന്നവരുടെ പാവം നീ പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. നിന്റെ മേല് സ്വലാത്ത് ചൊല്ലുന്നവരെ നീ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് ഇന്നാലിന്ന ആള് കൂഫയിൽ നിന്ന് മക്കയിലേക്ക് വന്നുകൊണ്ടിരുന്ന ആള് ഇന്ന സ്ഥലത്ത് വെച്ച് മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ റബ്ബേ. ആ ആള് കോലം മറിഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. ഈ മുഹമ്മദിന് താങ്ങാൻ പറ്റൂല യാ അല്ലാഹ്. അതുകൊണ്ട് ആ കോലം ഒന്ന് മാറ്റിയിട്ട് യഥാർത്ഥ ഒരു മനുഷ്യനാക്കണേ റബ്ബേ എന്ന് ആദിനയുടെ പൊന്നുമോനായ അബ്ദുള്ളയുടെ പൂവിളക്കായ ലോകത്തിന്റെ മന്ദമാരുതനായ മുഹമ്മദ് മുസ്തഫ തങ്ങളങ്ങോട്ട് ദ്വാരം അല്ലാഹുവിനോട് അല്ലാഹ് സ്വീകരിച്ചു. അതുകൊണ്ട് മോനെ, എന്റെ ഹബീബ് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ എന്റെ പൊന്നുമോനെ, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി ഇവിടെ വന്നു. നിന്റെ പിതാവിന്റെ ശരീരത്തിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ടൊന്ന് തലോടിയിട്ടുണ്ട്, ഇനി നീ പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ അങ്ങനെ പോയി എന്റെ പിതാവിന്റെ ശരീരത്ത് മൂടിയിട്ടിരിക്കുന്ന ആ തുണി പതുക്കുന്ന പൊക്കി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രസന്നമുള്ള മുഖത്തിൽ കിടക്കുന്നു എന്റെ പിതാവ്. ശരീരത്തിന് നല്ല ഭംഗി, വയറ് വീർത്തു വന്ന വയറൊക്കെ ശാന്തമായി സാധാരണ ഒരു മനുഷ്യന്റെ കോലമായി എന്തെന്നില്ലാത്ത ആനന്ദം വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ആ സെക്കൻഡിൽ ഞാൻ നിയത്ത് ചെയ്തിരിക്കുന്നു. മഹാനായ സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ആ സെക്കൻഡിൽ
മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിയത്ത് ചെയ്തതാണ്, എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ നിയത്ത് ചെയ്തതാണ്. എന്തെന്നറിയോ? ഇനി ഞാൻ ഫർദായ അമലുകൾ മുഴുവനും റബ്ബിന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൂ, എൻ്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ഞാൻ നിർത്തൂല. സ്വലാത്ത് ചൊല്ലി ചൊല്ലി എൻ്റെ ഹബീബിനോട് ഞാൻ മഹബത്ത് വെച്ചിട്ട് എനിക്ക് മരിക്കും വരെയും എൻ്റെ നബീന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഫർദായ അമലുകൾ ഞാൻ കൃത്യമായി ചെയ്യും. അത് കഴിഞ്ഞുള്ള മുഴുവൻ സമയത്തും ഞാൻ സ്വലാത്ത് ചൊല്ലും. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എൻ്റെ ചെറുപ്പക്കാരാ, നീ വാഹനം ഓടിക്കുന്നവനാണെങ്കിലോ നിന്റെ കാല് ചലിക്കുമ്പോഴും നിന്റെ കൈ ചലിക്കുമ്പോഴും നീ എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാവൽ നിനക്കുണ്ടാകും സഹോദരാ. നീ ഉറങ്ങാൻ കിടക്കുമ്പോ സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങല്ലേ, ഉണരുമ്പോൾ സ്വലാത്ത് ചൊല്ലാതെ ഇറങ്ങല്ലേ. നീ ആ കച്ചവടത്തിന് പോകുമ്പോഴും സ്വലാത്ത് ചൊല്ലാതെ പോകല്ലേ. കടലിന്റെ തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് കടലിന്റെ ഉള്ളിലേക്ക് പോകുന്ന പൊന്നുമോനെ, ചെറുപ്പക്കാരാ, നിന്റെ ബോട്ട് ഏത് ദിശയ്ക്കാണോ ലക്ഷ്യം വെച്ച് പോകുന്നത്, പോകുമ്പോ നിന്നെ ചുണ്ട് ചലിക്കട്ടെ, സ്വലാത്ത് ചലിക്കട്ടെ. അതുപോലെ വല പിടിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോ. മീൻ അതിന്റെ വലയിൽ നിന്ന് ഓരോ മീനിനെ പറക്കിയെടുക്കുമ്പോഴും നീ സ്വലാത്ത് ചൊല്ലിക്കോ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് പറയട്ടെ, നിങ്ങൾ സ്കൂൾ ബസ് വന്ന് നിന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉമ്മ കൊണ്ടുവന്ന് കൈക്ക് പിടിച്ച് ബസ്സിനകത്ത് കയറ്റി വിടുമ്പോഴോ, എന്റെ പൊന്നുമോനെ, നീ ആ ബസ്സിന്റെ സീറ്റിൽ ഇരുന്നിട്ട് നിന്നെ സ്കൂളിൽ എത്തുമ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, സ്വലാത്തിന് പ്രത്യേകമായ ഷർത്തുകളില്ല, ഒളു വേണമെന്ന് നിർബന്ധമില്ല, ഇന്നാലിന്റെ ഡ്രസ് ധരിക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും അല്ലാഹു സ്വീകരിക്കും കേട്ടോ. ഏറ്റവും അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത്. അതുകൊണ്ട് പൊന്നുമങ്ങളെ, നിനക്ക് മെൻസസ് ഉണ്ടായാലും സ്വലാത്തിന് തടസ്സമല്ല. നീ പ്രസവിച്ച് കിടക്കുന്നവളാണെങ്കിലും സ്വലാത്തിന് തടസ്സമല്ല. നീ തുണി അലക്കുന്നവളായാലും സ്വലാത്തിന് തടസ്സമല്ല. നീ വിറക് വെട്ടുന്നവളായാലും സ്വലാത്ത് തടസ്സമല്ല. നീ അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴും സ്വലാത്ത് തടസ്സമല്ല. നീ മീൻ കണ്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴും സ്വലാത്ത് തടസ്സമല്ല. എപ്പോഴും എന്റെ പെങ്ങളെ, നീ സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനോട് പറ, അല്ലാ, നീ ഞങ്ങളോട് കൽപ്പിച്ചതാണല്ലോ സ്വലാത്ത് ചൊല്ലാന്. അതുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ചോദിക്കുന്നു, റബ്ബേ, എന്റെ മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകണം, എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവണം, എന്റെ മക്കൾ വിദേശത്ത് പ്രവാസികളായി താമസിക്കുന്നുണ്ട്, ഒരു അപകടവും വരാതെ, ഒരു രോഗവും വരാതെ, കണ്ണെത്താ ദൂരത്ത് പോയി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികളാണ്. അല്ലാഹുവേ, അവർക്കൊരു വിഷമവും വരരുത്. ഞാൻ എത്ര സ്വലാത്തും എന്റെ നബിയുടെ പേരിൽ ചൊല്ലാം. അങ്ങനെ ചൊല്ലി ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യേ, അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. കടലിൽ മീൻ പിടിക്കാൻ രാത്രി പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ യാത്രയിൽ ആ കടലിന്റെ അലമാലകളെ തരണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അപ്പോഴും നീ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പോകുമ്പോ നിന്റെ റഹ്മത്തിന്റെ മാലാകമാർ അവരുടെ ചിറക് വിരിച്ച് നിനക്ക് താങ്ങും തണലുമായിട്ട് മലക്ക് നിന്റെ കൂടെ ഉണ്ടാവും. അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് ശഅബാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി ശഅബാൻ 15ന്റെ രാവ്, ശഅബാൻ 15ന്റെ രാവ് വരുമ്പോൾ 15ാം രാവിന് വരാൻ പോവുകയാണ്. മിക്കവാറും ഫെബ്രുവരി 3-ാം തീയതിയിലെ ആ രാവിനെ 15ന്റെ രാവിന്റെ ഒരു 3 യാസീൻ ഓതണം. ഇന്ന് മഹാനായ അല്ലാഹുവിന്റെ വലിയായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാമിന്റെ മക്കാമിൽ വന്നിട്ട് മണിക്കൂറുകളോളം ആ കസേരയിൽ ഇരുന്നിട്ട് ഒരുപാട് ഉസ്താദന്മാരൊക്കെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം കേട്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായി ജീവിതത്തിൽ ഈ മാസത്തിൽ ചെയ്യേണ്ട അമല് ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ഈ മഹാന്മാരായ സാദാത്യങ്ങളുടെ മക്കാമുകളെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു തരാം. നിങ്ങൾ ബഹുമാനപ്പെട്ട ഈ ശഅബാൻ മാസത്തിന്റെ 15ാം രാവിലെ, ആ 15ാം രാവിലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വുളുവോട് കൂടി ഇരുന്ന ഒരു 3 യാസീൻ ഓതണം. ഒരു യാസീൻ ഓതുമ്പോൾ അല്ലാഹുവിനോട് നിയത്ത് ചെയ്യണം, പടച്ചവനെ എന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്ത് നിയത്ത് ചെയ്തുകൊണ്ട് ഒരു യാസീൻ ഓതണം. രണ്ടാമത് വീണ്ടും ഒരു യാസീൻ ഓതണം. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ എന്റെ റിസ്കിൽ വിശാലത ചെയ്യണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് നിയത്ത് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു യാസീൻ ഓതണം. വീണ്ടും മൂന്നാമതൊരു യാസീൻ ഓതണം. മൂന്നാമത്തെ യാസീൻ നിയത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവേ എന്റെ
ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ, ഈമാനോട് മരിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിയ്യത്ത് ചെയ്തുകൊണ്ട് മൂന്നാമത് യാസീൻ ഓതണം. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് മറന്നു പോകണ്ട. വെറും ദീർഘായുസല്ല, ആഫിയത്ത് വേണം. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നിയ്യത്ത് ചെയ്തിട്ട് യാസീൻ ഓതണം. കാരണം എന്താ? ഒരു ബറാഅത്തിന്റെ രാവിലാണ്, ഈ വരുന്ന ശഅബാൻ 15ന്റെ രാവിലാണ്. പൊന്നുമോനെ, നീ ഇനി എത്ര നാൾ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്, നിനക്ക് ആയുസ് എത്രയെന്ന് എഴുതപ്പെടുന്നത് ആ രാത്രിയിലാണ്. നിന്റെ കണക്ക് കൂട്ടുന്നത് ആ രാത്രിയിലാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പരിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീതമായ സൂറത്ത് യാസീൻ ഓതിയിട്ട് റബ്ബിനോട് ആഫിയത്തുള്ള ദീർഘായുസ് നിയ്യത്ത് ചെയ്യണം. രണ്ടാമത് യാസീൻ ഓതുമ്പോൾ റിസ്ക് വിശാലതയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. റിസ്ക് വിശാലത എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതെല്ലാം അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് പടച്ചവരെ, മറ്റൊരുത്തിന്റെ മുമ്പിൽ കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഏതെങ്കിലും പള്ളിയിൽ ജുമാ നിസ്കാരത്തിന്റെ സമയത്ത് അവിടെ പോയി കയറുന്ന വരാന്തയിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ വരുത്തല്ലേ അല്ലാഹ്. റിസ്ക് നീ വിശാലത ചെയ്യണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം കൊണ്ടുള്ള നിയ്യത്ത് അല്ലാഹുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് മഹാനായ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന അമല് നിഷ്കളങ്കമായിരിക്കണം. നമ്മുടെ ദുആ നിഷ്കളങ്കമായിരിക്കണം. റബ്ബിനോടുള്ള മുനാജാത്തായിരിക്കണം. അങ്ങനെ രണ്ടാമതൊരു യാസീൻ ഓതണം. മൂന്നാമത്തെ യാസീനിലോ ആഖിബത്ത് നന്നാവാൻ അല്ലാഹുവേ, ഞാൻ മരിക്കുമ്പോൾ ഈമാനോടെ സ്വർഗ്ഗം കണ്ട് മരിക്കണം തമ്പുരാനെ. എന്റെ ജനാസ കാണാൻ വരുന്ന ആളുകൾ കൊതിക്കുന്ന മരണമാകണം തമ്പുരാനെ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് എന്റെ പൊന്നാര ഉമ്മമാര് നമ്മുടെ മക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഈ വരുന്ന പരിശുദ്ധമായ ശഅബാൻ 15ന്റെ രാവിലെ 3 യാസീൻ ഓതണം. എന്നിട്ട് സൂറത്ത് ദുഹാൻ ഓതണം. സൂറത്ത് ദുഹാൻ ഓതണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തീരുന്നില്ല സഹോദരാ, ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ പള്ളിപ്പറമ്പിലേക്കൊന്ന് പറഞ്ഞു വിടണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൺമക്കളെ പള്ളിപ്പറമ്പിലേക്കൊന്ന് പറഞ്ഞു വിടണേ. എന്തിനാണെന്നറിയോ? വലിയ തങ്ങൾ പാപ്പാന്റെ ഖബറിന്റെ മുമ്പിൽ ഒന്ന് വരണോ, അതുപോലെ നമ്മുടെ വാപ്പപ്പമാരടങ്ങിയിരിക്കുന്ന ഖബർസ്ഥാനിൽ വരണോ, നമ്മുടെ പ്രിയപ്പെട്ട സാദാത്യങ്ങളും ബീവിമാരും ഒക്കെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ സഹോദരന് ഖബറടക്കിയിരിക്കുന്ന നമ്മുടെ മക്കളെ ഖബറടക്കിയിരിക്കുന്ന ഖബർസ്ഥാനിൽ വന്നുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സിയാറത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം കേട്ടോ. അത് ഇത്തിബാഉ സുന്നയാ. അല്ലാഹുവിന്റെ റസൂൽ ബറാഅത്തിന്റെ രാത്രിയിലെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ നിന്ന് കാണാതെ വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തന്റെ പ്രിയതമനെ നോക്കുകയാണ്. പരിസരം മുഴുവനും പരിശോധിക്കുന്നു, കാണുന്നില്ല. ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ ജന്നത്തുൽ ബഖിയുടെ മധ്യത്തിൽ നിന്ന് ഒരു പ്രകാശം ആകാശങ്ങളിലേക്ക് പോകുന്നതായി കണ്ടു. ഇത് കണ്ടുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാകുന്ന പ്രിയപ്പെട്ടവര് മനസ്സിലാക്കി, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ പ്രിയതമനാണ്, അല്ലാഹുമായുള്ള മുനാജാത്താണ്, അല്ലാഹുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതാ ജന്നത്തുൽ ബഖിയിൽ ആരാ അടങ്ങിയിട്ടുള്ളത്? സഹാബാക്കൾ, നൂറുകണക്കിന് സഹാബത്തിന്റെ ഖബർസ്ഥാനമാണ്. ആ ഖബർസ്ഥാനത്തിന്റെ മധ്യത്ത് പോയിരുന്നിട്ട് ലോകത്തിന്റെ നായകനായ ആമിനയുടെ പൊന്നുമോനായ ആയിഷ ബീവിയുടെ പ്രിയതമനായ ഖദീജ ബീവിയുടെ പ്രിയതമനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പാപ്പയായ ഇരിക്കുന്ന സദാത്യങ്ങളുടെ പാപ്പയായ പ്രിയപ്പെട്ടവര് ആ ജന്നത്തുൽ ബഖിയിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിനെ സുജൂദ് ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുത്ത് ചെന്ന് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവളെ, അല്ലാഹു ഞാനും നിന്നെ വഞ്ചിക്കുമെന്ന് വിചാരിച്ചു പോയോ? ഇല്ല നബിയേ, പക്ഷേ എങ്കിലും എന്റെ ഹൃദയത്തിൽ ഒന്ന് വന്നു, അങ്ങ് മറ്റ് ഭാര്യമാരുടെ അടുത്തെങ്ങാനും പോയോ എന്നൊരു തോന്നൽ എനിക്ക് വന്നുപോയി. ഇല്ല ഇല്ല, ഈ രാത്രി ഞാൻ ഹയാത്താക്ക
ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? ഒന്നാനാകാശത്ത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ വന്നിരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് തന്റെ അടിയാറുകളോട് ചോദിക്കുന്നു, എന്നോട് ചോദിക്കും ഞാൻ പുറത്തു തരാം, എന്നോട് റിസ്ക് ചോദിക്കും ഞാൻ റിസ്ക് തരാം, എന്നോട് ആഫിയത്ത് ചോദിക്കും ആഫിയത്ത് തരാം, എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാനാകാശത്ത് പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് നോക്കിയിട്ട് തന്റെ അടിയാറുകളിലേക്ക് അതാ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മുഹമ്മദിന് ഉറക്കം വരാതെ ഈ രാത്രിയിൽ എന്റെ സഹാബാക്കളുടെ ഖബറിന്റെ അരികിൽ വന്ന് അവരെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്റെ റബ്ബുമായി ഞാൻ മുനാജാത്ത് നടത്തുന്നത്. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മളേത് നാട്ടുകാരാണെങ്കിലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ കള്ളിസ്ഥാനിൽ അടക്കിയിരിക്കുന്ന നമ്മുടെ ഖബർസ്ഥാനിലുള്ള നമ്മുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യണം. ബറാഅത്തിന്റെ രാത്രിയില്, ശഅബാൻ 15ന്റെ രാത്രിയില് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. നമ്മുടെ കുടുംബക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുള്ള അനുഗ്രഹങ്ങളുള്ള മാസമാണ് പരിശുദ്ധ ശഅബാൻ. അതുകൊണ്ട് ഈ ശഅബാനിലെ ദുആയ്ക്ക് ഇജാബത്തുള്ള നിമിഷങ്ങളാണ്. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് മഹാന്മാരായ സാദാത്യങ്ങൾ ഈ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞാൽ, മഹത്വം പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങൾ. എന്റെ സമദാനിയ ഇസ്ലാമിക് അക്കാദമി എന്ന തിക്കരയിലെ മനോഹരമായ ഒരു കലാലയമുണ്ട്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾപ്പാന എനിക്ക് അവിടെ കൊണ്ടുവരണം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ 21 പേരടങ്ങുന്ന സുലൈമാൻ ദാരിമിയും ഈ ഷാക്കിർ ദാരിമിയും അടങ്ങുന്ന 21ഓളം വരുന്ന സഹോദരങ്ങൾ ചേർന്നിട്ട്, സാധാരണക്കാരായ സഹോദരങ്ങൾ ചേർന്നിട്ട് 10-50ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മനോഹരമായ ഒരു കലാലയമുണ്ട്. പരിശുദ്ധ ഖുർആൻ മനനം ചെയ്യുന്ന കലാലയമാ. ആ കലാലയത്തിന്റെ വിളക്ക് എന്താണെന്നറിയോ? ആ കലാലയത്തിന്റെ വളർച്ചയുടെ കാരണം എന്താണെന്നറിയോ? ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനായ സയ്യിദ് അവറുകളുടെ പേരക്കുട്ടിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന പ്രിൻസിപ്പൽ സയ്യിദ് മുറാദ് ബാഫക്കി തങ്ങള്. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പരപൂരാണ് കുടുംബം. മഹാനായ സയ്യിദ് അവറുകളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ ചരിത്രം ഞാൻ പഠിച്ചപ്പോ നിങ്ങൾക്കറിയോ, ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളുടെ ആ പേരക്കിടാങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം എന്റെ പ്രിയപ്പെട്ട, ഞാൻ ഉപ്പാന്നല്ലാതെ വേറൊന്നും വിളിക്കില്ല, എന്റെ സയ്യിദ് മൂസിൻ കോയ തങ്ങളെ പാപ്പാനെ എപ്പോഴും വിളിച്ചാലും മോനെ നീ തിരിച്ചും വിളിക്കോളൂ. ഏത് എന്റെ ഭാര്യ എന്ന് ഫോൺ കേട്ടോണ്ടിരിക്കുക, മോനെ നീ എപ്പം വരും, നിന്നെ ഇനി ഞാൻ വിളിക്കും, വണ്ടി അങ്ങോട്ട് വിടണമെന്ന് പറയും. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ആരാന്ന് ഞാൻ പറഞ്ഞു, എന്റെ ഉപ്പാനെ വിളിക്കുന്നേന്ന്. ഈ സാധനം വിളിക്കുന്ന ആൾ ഉപ്പാനെ എന്ന് പറഞ്ഞു. അതായത് മൂസിൻ തങ്ങൾ ഉപ്പാപ്പ ഇന്നും നമ്മളെ എപ്പോഴും വിളിക്കുന്ന മോനെ എന്നല്ലാതെ ഒരു വാക്ക് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അത്രത്തോളം അൽഹംദുലില്ലാഹ്. അപ്പൊ എന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ആ തങ്ങളുപ്പാന്റെ ഏതെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തിയപ്പോ എന്റെ അടുത്ത് പറയാ, എനിക്ക് പരിചയപ്പെടുത്തണ്ട, സമദാനിയയില് ബാഖിയാത്തു സ്വാലിഹാത്തിലെ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ വലിയ സമദാനിയ കോളേജിൽ വന്ന് 2 കസേരയിൽ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാനെ പ്രഭാഷണത്തിന് വേണ്ടി വിളിച്ചു, ഉദ്ഘാടനം ചെയ്യും. വിളിക്കുമ്പോ എന്റെ ഭാര്യ എനിക്ക് പറഞ്ഞു തരാ, പരിചയപ്പെടുത്താ സയ്യിദ് തങ്ങളെ എനിക്കറിയാം. എന്നിട്ട് മോക്ക് പറഞ്ഞു കൊടുക്കുക, ആരാന്നറിയോ, അന്ന് നമ്മൾ കണ്ടില്ലേ ഉസ്താദിന്റെ പിറകിലൂടെ എഴുന്നേറ്റ് പോയി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് അദബ് പഠിപ്പിച്ചു എന്ന്. അൽഹംദുലില്ലാഹ്, എന്റെ ഭാര്യ അതിൽ നിന്നൊരു അദബ് പഠിച്ചു. അല്ലാഹു അതിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനത്തെ സയ്യിദുമാരി, ഇവരുടെ ജീവിതം, ഇവരുടെ നടത്തം, മോനെ എന്നുള്ള വിളിക്കൽ മാത്രമല്ല, അവരുടെ ആ വിനയം, അത്രയും വിനയമുള്ളത് കൊണ്ടല്ലേ നമ്മുടെ മുമ്പിൽ ഇത്രത്തോളം താഴ്മയോടുകൂടി വലിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചില്ലറ സാധനമല്ലല്ലോ. മഹാനായ ജിബ്രീൽ തങ്ങളുടെ നേരിട്ട ശിഷ്യനാണ് ഞാന്. മാത്രമല്ല ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്ന യമനിൽ നിന്ന് സാദാത്യങ്ങൾ കടന്നു വരുമ്പോ ആ സാദാത്യങ്ങളെ താലോലിച്ചുകൊണ്ട്, ആ സാദാത്യങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, ആ സാദാത്യങ്ങളുടെ കൂടെ വന്ന യമനിലെ പാരമ്പര്യമുള്ളവരാണ് മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായ സൂര്യ തേജസ്സായിരുന്നു മഹാനവറുകൾ. അത് യമനിൽ നിന്ന് വന്നതാ. ഈ സാദാത്യങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വന്ന ആളാ. അവരുടെ പാരമ്പര്യം നോക്കുമ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്, ബാഫക്കി തങ്ങൾക്ക് അടങ്ങുന്ന ജിഫ്രി കുടുംബങ്ങൾക്ക് ഖാദിമീങ്ങളായിട്ട് വന്ന മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമയുടെ വാപ്പപ്പന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആ മഹാനൊക്കെ, ആ മഹത്വക്കളുടെ സമസ്തയുടെ ജില്ലയുടെ പ്രസിഡന്റാണ് സയ്യിദ് മൂസിൻ തങ്ങള്. അതാ ഞാൻ പറഞ്ഞത്, ആളത്ര കുറഞ്ഞല്ലാന്ന്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ മഹാനായ സയ്യിദിന്റെ ഒരു കുറഞ്ഞ നസീഹത്ത് നമുക്ക്, എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്കും വേണ്ടി പഠിക്കാം. അത് അവിടെ നിന്ന് ഗൾഫിൽ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ അത് ഞങ്ങൾ ഗ്രൂപ്പ് ഇട്ടിട്ട് ഞങ്ങളെല്ലാം
കൽബിലായിരുന്നു കേൾക്കും. അതൊരു വല്ലാത്തൊരു മനസ്സിനെ അങ്ങേ കവർന്നെടുക്കുന്ന വാക്കുകളാണ്. നമ്മുടെ മക്കളെയൊക്കെ തർബിയത്ത് ചെയ്യാൻ പറ്റുന്ന ഓരോ വചനങ്ങളും അങ്ങനെ അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇന്ന് കാസർഗോഡൊക്കെ പോകണമെന്ന് പറഞ്ഞിരുന്ന ആളാ. പക്ഷേ തങ്ങളെ കണ്ടിട്ട് പോകാനും ആ കൈയൊന്ന് പിടിക്കാനും ആഗ്രഹിച്ചു. അതുകൊണ്ട് ഒരു കുഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് പോകാതെ ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ നസീഹത്ത് ദുആ, ആ ദുആയ്ക്ക് കഴിഞ്ഞ് കൈ പിടിച്ചൊന്ന് ഇവിടെയോട്ട് ഞങ്ങൾ ഇരുത്തി തന്നാൽ ഒന്ന് മുസാഫാത്ത് ചെയ്ത് വരിയായിട്ട് ശാന്തമായി സലാത്തു ഇല്ല അല്ലാതെ ഇവിടുന്ന് ഒരാൾ പോകാൻ പാടില്ല. സഹോദരന്മാർ, അത് നമുക്ക് കിട്ടിയ മുത്താണ്. അത് കളയണ്ട. കൈ പിടിച്ചു മുസാഫ. അബ്ദുറഹ്മാൻ ബിൻ റസീദ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ആ റസൂലുള്ളാഹിന്റെ മുറിഞ്ഞു പോയ പിന്നെ സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുറിഞ്ഞു പോയ കൈ ചേർത്ത് വെച്ചിട്ട് സലാസ നഫഖാത്തി 3 ഊതൂതി ആ ഊതിയിട്ട് ആ കൈ സെറ്റ് ചെയ്ത് കൊടുത്ത സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു മുത്താൻ അബ്ദുറഹ്മാൻ ബിൻ റസീദ് റളിയല്ലാഹു അൻഹു മണിക്കൂറുകളോളം ദിവസങ്ങളോളം യാത്ര ചെയ്തു പോയപ്പോൾ സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടിട്ട് ആ വീട്ടിന്റെ പടിക്കൽ പോയി വിളിച്ച് സലാം പറഞ്ഞ് വാതിൽ തുറന്നു വന്നപ്പോൾ കൈ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തും പറഞ്ഞു ആ കുപ്പായ ഒന്ന് അഴിക്കുമെന്ന് ചോദിച്ചു. കുപ്പായ അഴിച്ചെന്ന് വെച്ചും പറഞ്ഞു അതൊന്നും പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ചുംബിച്ചിട്ട് പിടിച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അബ്ദുറഹ്മാൻ ബിൻ റസീദ് റളിയല്ലാഹു അൻഹു. സലമത്ത് ബിൻ അക്ബർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി അല്ല, സഹാബിയാണ്. പക്ഷെ നബിയുടെ ആ മന്ത്രിച്ചൂതിയ ഊതൽ, ആ കൈ പിടിക്കാൻ അത്രത്തോളം വെമ്പൽ കൊണ്ടെങ്കിൽ നബിയുടെ രക്തം പേരക്കിടാവിന്റെ കൈ പിടിക്കാൻ പിന്നെ നമ്മള് സംശയിക്കുന്നുണ്ടോ? അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ സമദാനിയയുടെ ഞങ്ങളുടെ മുത്ത്, ഞങ്ങളുടെ സമദാനി എന്ന കോളേജിന്റെ വളർച്ച, സമദാനി എന്ന കോളേജ് പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. അമീൻ ഉസ്താദ് ഇപ്പോഴും എനിക്കൊരു ഉപദേശവും നിർദ്ദേശമൊക്കെ തന്ന ആ കോളേജിൽ ചില കാര്യങ്ങൾ ചെയ്യണം. അൽഹംദുലില്ലാ അത്രത്തോളം ഉസ്താദ് പോലും ഗൗനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പ്രകാശം എന്റെ സയ്യിദ് മുറാദ് ബാഫക്കി തങ്ങളാണ്. ആ തങ്ങളുടെ ഉപ്പാപ്പയാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത്. ആ പരമ്പര മുഴുവനും വിവാദത്തിൽ കഴിയുന്നവരാണ്. ഈ അടുത്ത സമയത്ത് മരിച്ച ബീവി, ആ ബീവിയുടെ ചരിത്രം നോക്കിയപ്പോൾ അയൽപക്കത്തുള്ള മുഴുവൻ സഹോദരിമാരെയും വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിച്ച് മനഃപ്പാഠമാക്കി കൊടുത്ത ഹാഫിളത്തായ ബീവി നമ്മുടെ സമദാനിയിലെ സമ്മേളനം കഴിഞ്ഞ് 2ാമത്തെ ദിവസം മരണപ്പെടുന്നത്. ആ ബീവിയുടെയൊക്കെ ഖബർ അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയ ചരിത്രങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. ഞാൻ പറയാതെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ തെക്കൻ കേരളത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ ആദരണീയനായ അള്ളാഹുവിന്റെ വലിയായ കേരളക്കരയിലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു പണ്ഡിതനുണ്ട്, കെ പി അബൂബക്കർ ഹസരത്ത്. മഹാനവറുകൾക്ക് നൂറുൽ ഉലമ എന്ന അമരനാമത്തിൽ ഈ സാധുക്കളായ നമ്മളിട്ട പേരാണത്. നൂറുൽ ഉലമ, ഉലമാക്കളുടെ പ്രകാശമാകുന്ന ആ ബഹുമാനപ്പെട്ടവര് അന്ത്യവിശ്രമം കൊള്ളുന്നത് മൊട്ടക്കാവ് പള്ളിയിലാണ്. ആ മഹാന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട തങ്ങളുടെ ദുആയിൽ ഉണ്ടാവണം. കാരണം മഹാനായ നൂറുൽ ഉലമ കെ പി അബൂബക്കർ ഹസരത്ത് അള്ളാഹുവിന്റെ വലിയായി മഹാനായ ശംസുൽ ഉലമയുടെ നേരിട്ടുള്ള ശിഷ്യനാണ്. ജാമിഅ നൂരിയയിലെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ്. മാത്രവുമല്ല മഹാനവറുകളുടെ വഫാത്തിൽ ഞാനൊരു കുറിപ്പെഴുതിയിരുന്നു, നിങ്ങൾ വായിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എഴുതിയത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വിനയമുള്ള ഒരു മഹാപണ്ഡിതൻ മഹാനായ ശൈഖുനാ നൂറുൽ ഉലമ കെ പി അബൂബക്കർ ഹസരത്ത്. അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ. ഏതൊരു കുഞ്ഞടുത്ത് പോയാലും, ഏതൊരു ഉസ്താദ് അടുത്ത് പോയാലും, ആര് പണക്കാരൻ പോയാലും പാവപ്പെട്ടവർ പോയാലും എന്താ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിനായി എഴുന്നേറ്റ് വന്ന് കൈപിടിച്ച് ചേർത്ത് കൊണ്ടുപോയി അടുത്തിരുത്തി തലോടുന്ന മഹാനായ നൂറുൽ ഉലമയ്ക്ക് ഞാൻ എഴുതി വെച്ച എന്താണെന്നറിയോ? ശൈഖുനാ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ സിദ്ദീഖ് തങ്ങളുടെ ആ വിനയമായിരുന്നു. മസ്അല ചോദിക്കാൻ പോയാൽ ആ മുഖത്തിനൊരു ഗൗരവം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചെന്തറിയോ? ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഗൗരവമായിരുന്നു മഹാനായ നൂറുൽ ഉലമ. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ആ പിന്നെ ലാളിത്യമായിരുന്നു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. ബഹുമാനപ്പെട്ട അലി ഇബ്ൻ അബി താലിബ് തങ്ങളുടെ അറിവായിരുന്നു നൂറുൽ ഉലമ. ആ മഹാന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളുടെ പാപ്പ ദുആ ചെയ്യുമ്പോൾ എന്റെ ശൈഖുനാക്ക് വേണ്ടിയും കൂടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നിയ്യത്ത് ചെയ്ത് ഒരു ചെറിയൊരു സദഖ അത് മുസാഫാത്ത് ചെയ്യണം. അത് മാത്രമല്ല ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി മഹാനവറുകളുടെ പേരിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്ത് ശഅബാൻ മാസത്തിലെ സദഖയാണ്
നേർച്ചയാണ് ഏറ്റവും വലിയ സദക്ക. അത് നോമ്പ് പിടിക്കാൻ വേണ്ടി ഈ മാസം സദക്ക കൊടുക്കണമെന്നാണ്, സക്കാത്ത് കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഉള്ളതല്ല ഇപ്പഴാ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു സദക്ക നിങ്ങൾ നിയ്യത്ത് ചെയ്ത് ഓരോരുത്തരും പറയണം, ഞാൻ ഇത്ര കൊടുത്തേക്കാം. കാരണം ഇത് മനോഹരമാക്കണം, ഇവിടെ ഹിഫ്ളൊക്കെ തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.